വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിതൊരു ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ഈ ബട്ടൺ പ്രസ് കഴിഞ്ഞാൽ അതിലേക്ക് റെസ്യൂം ആവും. ഗിയർ മുതൽ നമുക്ക് ആക്ടിവേഷൻ പോസിബിൾ ആണ്. നമുക്ക് ക്രൂയിസ് ഓവർ ചെയ്ത് ഇപ്പോൾ 40 അപ്പോൾ അതിലേക്ക് തന്നെ റെസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമസ്കാരം, എല്ലാവർക്കും മൈസ്പേസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്രൂയിസ് കൺട്രോളിൻ്റെ ഫങ്ഷനാലിറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ക്രൂയിസ് കൺട്രോളിൻ്റെ ഇപ്പോഴും പലർക്കും അത് ഉപയോഗിക്കുന്നതിനെ പറ്റി വ്യക്തമായ ധാരണ ഇല്ലെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ചിലരൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ചെയ്യുന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ആകെ ഒരു 4 കൺട്രോൾസ് മെയിനായിട്ട് വരുന്നുള്ളൂ. ഒന്ന് ക്രൂയിസ് ഓൺ ആക്കാനും, അതുപോലെ തന്നെ ക്രൂയിസ് ക്യാൻസൽ ചെയ്യാനും, സെറ്റ് ചെയ്യാനും, റെസ്യൂം ചെയ്യാനും. ഇത്രയും ഫംഗ്ഷനാലിറ്റീസ് ആണ് ശരിക്കും ക്രൂയിസിൽ വരുന്നുള്ളൂ. ഈ 4 ഫംഗ്ഷനാലിറ്റീസും 4 ബട്ടൺസ് വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ സ്പീഡ് ഇൻക്രീസ് ഡിക്രീസ് നമുക്ക് എന്ത് ചെയ്യാം, ബട്ടൺ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എല്ലാ ഫംഗ്ഷനാലിറ്റീസും, അതായത് ക്രൂയിസ് കൺട്രോളിന്റെ കറക്റ്റ് ഉപയോഗം എങ്ങനെയാണെന്നുള്ളതും, എങ്ങനെ നമുക്ക് കുറഞ്ഞ സ്പീഡിൽ പോലും ക്രൂയിസ് കൺട്രോൾ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കംപ്ലീറ്റ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം ക്രൂയിസ് കൺട്രോൾ, ഓരോ ബട്ടൺസിന്റെ ഫംഗ്ഷനാലിറ്റി എന്താണെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ ആൾട്രോസിനകത്ത് നമുക്കിപ്പോൾ 4 കൺട്രോൾസ്, അതായത് നമ്മൾ ക്രൂയിസ് ആക്ടിവേറ്റ്, അതുപോലെ തന്നെ ക്രൂയിസ് ക്യാൻസൽ, അതുപോലെ തന്നെ ക്രൂയിസ് റെസ്യൂം, അതുപോലെ തന്നെ ക്രൂയിസ് സെറ്റ്, ഈ 4 ബട്ടൺസും ഈ ഒരു റൈറ്റ് സൈഡിലുള്ള സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോളാണ് ഇപ്പോൾ ആൾട്രോസിൽ വരുന്നത്. ഇതുപോലെ തന്നെ ഇത് ഒരു വാഹനത്തിന് മാത്രമല്ല, എല്ലാ ക്രൂയിസ് കൺട്രോൾ വാഹനങ്ങളും ഈ 4 ഓപ്ഷനാണ് വരിക. 4 ഓപ്ഷന്റെ സിമ്പിൾസ് വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിന്റെ പൊസിഷൻ വ്യത്യാസം ഉണ്ടാവും. അത്രേ ഉള്ളൂ വാഹനം മാറുന്നതിനനുസരിച്ച് ഒരു ചേഞ്ച് വരുന്നത്. ഇപ്പോൾ ആൾട്രോസിനകത്ത് ടാറ്റ കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ക്രൂയിസ് കൺട്രോൾ സെറ്റ് കൊടുത്തിട്ടുള്ളത്, ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് റൈറ്റ് സൈഡിലാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ക്രൂയിസ് സെറ്റ് പ്രസ് ചെയ്യാം. ക്രൂയിസ് സെറ്റ് അല്ല, ഇത് ക്രൂയിസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ളതാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്യുന്ന പറയുന്നത് ഒരു ക്രൂയിസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമ്മുടെ മീറ്റർ കൺസോളിനകത്ത് ഇങ്ങനെ കാണിക്കും. ക്രൂയിസ്, അതിനകത്തൊരു കിലോമീറ്റർ പെർ ഹവർ കൂടെ എന്നോട് ചേർന്ന് കാണാം. നമ്മളത് റിമൂവ് ചെയ്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പോകും. പ്രസ് ചെയ്യുന്ന സമയത്ത് ക്രൂയിസ് ആ ഒരു കിലോമീറ്റർ, ഇതുവരെ നമ്മൾ ക്രൂയിസ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കിലോമീറ്റർ ഹവർ ഇതുപോലെ ബ്ലാങ്ക് ആയിട്ട് ഉപയോഗിക്കുക. 1 ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റ് ചെയ്തിരിക്കുന്ന കിലോമീറ്റർ പെർ ഹവർ അതിനകത്ത് കാണാൻ പറ്റും. എത്ര കിലോമീറ്ററിലാണ് ലാസ്റ്റ് ക്രൂയിസ് സെറ്റ് ചെയ്തതും. ആക്ടിവേറ്റഡ് ആണെങ്കിൽ അതൊരു ബോൾഡ് ആയിട്ട് കാണുകയും ചെയ്യും, വൈറ്റ് കളറിൽ. ഇപ്പൊ ഞാൻ ഇതുവരെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്കത് ബ്ലാങ്ക് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ആക്ടിവേഷൻ നമ്മൾ എപ്പോഴും ഈ സെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ബട്ടൺ, ഈ ബട്ടൺ കണ്ടില്ലേ, ഈ ഒരു ബട്ടണിനകത്താണ് നമ്മൾ എപ്പോഴും ഫസ്റ്റ് ആക്ടിവേഷൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് ടൈം ക്രൂയിസ് സെറ്റ് വേണമെങ്കിൽ ഈ ബട്ടൺ വെച്ചായിരിക്കും നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. വൺസ് നമ്മൾ സെറ്റ് ചെയ്തു, നമ്മൾ ക്രൂയിസ് സെറ്റ് ചെയ്ത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ നമ്മൾ ബ്രേക്കോ ക്ലച്ചോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ക്രൂയിസ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ തിരിച്ചെന്ത് ചെയ്യും, നമ്മൾ ആക്സിലേറ്ററിലേക്ക് ആയിരിക്കും കൺട്രോൾ വരാം. ആ സമയത്ത് നമുക്ക് തിരിച്ച് റെസ്യൂം ചെയ്യണം. നമ്മൾ മുന്നേ ക്രൂയിസ് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നത് റെസ്യൂം ബട്ടണാണ്. ഈ ബട്ടൺ പ്രസ് കഴിഞ്ഞാൽ അതിലേക്ക് റെസ്യൂം ആവും. അതുപോലെ തന്നെ നമുക്ക് ക്രൂയിസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഈ ബട്ടൺസ് ഉപയോഗിക്കാം. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ കൂടുകയും ചെയ്യും, ഈ ബട്ടൺ ഉപയോഗിച്ചാൽ കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ ക്രൂയിസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്പീഡ് കൂടുതൽ വേണം തോന്നുകയാണെന്ന് വെച്ചാൽ ആക്സിലേറ്റർ പ്രസ് ചെയ്യാം. ആക്സിലേറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി സ്പീഡ് കൂടും, പക്ഷേ ക്രൂയിസിൽ നിന്ന് മാറത്തില്ല. നമ്മൾ ആക്സിലേറ്റർ റിമൂവ് ചെയ്യുന്നവർ തിരിച്ച് ക്രൂയിസ് സെറ്റ് ചെയ്ത സ്പീഡിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അതെല്ലാം നമുക്ക് ആ ഇൻക്രീസ് ചെയ്ത അതേ സ്പീഡിൽ സ്ഥിരമായിട്ട് ക്രൂയിസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റ് ബട്ടൺ യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, സ്ഥിരമായിട്ട് ആ സ്പീഡിലേക്ക് എന്ത് ചെയ്യാം, റെസ്യൂം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അതായത് എത്രയാണ് നമ്മൾ ഇൻക്രീസ് ചെയ്തില്ല ആ സ്പീഡിലേക്ക് എന്ത് ചെയ്യും, ക്രൂയിസ് സെറ്റ് ആവും. ക്രൂയിസ് കൺട്രോൾ നമുക്ക് 3rd ഗിയർ മുതൽ നമുക്ക് ആക്ടിവേഷൻ പോസിബിൾ ആണ്. നമുക്ക് 3rd ഗിയർ മുതൽ 30 കിലോമീറ്റർ പെർ ഹവർ സ്പീഡ് ഉണ്ടെങ്കിൽ 3rd ഗിയറിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രൂയിസ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം 4th ഗിയറിലാണെച്ചാൽ 40 മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രൂയിസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 5th ഗിയറിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50 മുതൽ ക്രൂയിസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്യാം. 50 മുതൽ 140 കിലോമീറ്റർ പെർ ഹവർ സ്പീഡ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 4th ഗിയറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 40 മുതൽ 120 വരെയുള്ള സ്പീഡിലേക്ക് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 3rd ഗിയറിലാണെന്ന് വെച്ചാൽ 30 മുതൽ ഒരു 80 കിലോമീറ്റർ പെർ ഹവർ വരെ നമുക്ക് എന്ത് ചെയ്യാം, ക്രൂയിസ് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ക്രൂയിസ് കൺട്രോളിനെ പറ്റി ശരിക്കും പറയാനുള്ളത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നല്ല പറയാൻ ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് ഇതിന്റെ കൺട്രോൾസ് വരുന്നത്. ഈ ഒരു 4 ബട്ടൺസ് ആണ് ശരിക്കും കൺട്രോൾസ് വരുന്നത്. അത് ക്രൂയിസ് ഓൺ ഓഫ്, ഇത് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ നമ്മളൊന്ന് ഓഫായി പോകുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത ഒരു ക്യാൻസൽ ബട്ടണാണ്. ഈ ക്രൂയിസ് ക്യാൻസൽ ചെയ്യാനുള്ളതാണ്. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാനും റെസ്യൂം ചെയ്യാനും. ഇത്രയാണ് ക്രൂയിസിന്റെ കൺട്രോൾസ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ യൂസിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് റോഡിലേക്ക് എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഇതിന്റെ യൂസേജ് കൂടെ ചെക്ക് ചെയ്യാം.
നമ്മളിപ്പോൾ ഒരു 40 km/h എന്ത് ചെയ്യുന്നുണ്ട്, വണ്ടി സ്പീഡായിട്ട് മാറും. അപ്പോൾ ഞാൻ ക്രൂയിസ് സെറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു 35 km/h ഇപ്പോൾ വണ്ടിയിൽ ക്രൂയിസ് സെറ്റഡാണ്. ഏകദേശം ഒരു 35-40 സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്സിലേറ്റർ കൊടുത്തൊന്ന് തിരിച്ച് കയറ്റി പോവാണ്. ഓവർറൈഡ് ചെയ്തു, ക്രൂയിസ് ഓവർറൈഡ് ചെയ്തു. എനിക്കിപ്പോൾ 40ലേക്ക് സെറ്റ് ചെയ്യാൻ, പിന്നെ ഞാൻ സെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, 40ലേക്ക് സെറ്റ് ആവും. നമ്മൾ എത്രയാണോ അത് ഇപ്പോൾ വണ്ടി 35 km ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 3rd ഗിയറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, ക്രൂയിസ് സെറ്റ് ഒന്നുകൂടി കൊടുക്കുകയാണ്. 38, ഇപ്പോൾ 38ലേക്ക് മാറി. അതായത് നമ്മൾ വണ്ടിയുടെ സ്പീഡ് ഇപ്പോൾ 38ആണ്. നമ്മൾ ഒന്നുകൂടി ആക്സിലേറ്റർ കൊടുത്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പീഡിലേക്ക് ഇപ്പോൾ 36ലേക്ക് മാറി. ഇപ്പോഴത്തെ സ്പീഡ് എത്രയാണോ അതിലേക്ക് അങ്ങ് സെറ്റ് ആവും വണ്ടി. അപ്പോൾ അതിന് ഇനി നമ്മൾ റണ്ണിങ് സമയത്ത് സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, മുകളിലേക്കുള്ള ഒരു പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 പോയിന്റ് വെച്ച് വണ്ടിയുടെ സ്പീഡ് ഇങ്ങനെ കൂടും. 2 പോയിന്റ്സ് വെച്ച് 57 ആ ഒരു സ്പീഡിൽ എന്ത് ചെയ്യും, നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ക്രൂയിസ് കട്ട് ഓഫ് ആവുകയും ചെയ്യും. ഇനി കട്ട് ഓഫ് ആയ ഈ 55 ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ള സ്പീഡ് 55 km/h ആണ്. അപ്പോൾ അതിലേക്ക് തന്നെ റെസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റെസ്യൂം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 55 ആക്ടിവേറ്റഡ് ആയി, 55 km/h ആക്ടിവേറ്റ് ആയി. പിന്നെ ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തു. ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, അത് പിന്നെയും അങ്ങ് കട്ട് ഓഫ് ആയി. കട്ട് ഓഫ് ആകുമ്പോൾ ഫെയിൽ ആയിട്ട് കാണിക്കും. ഞാനിപ്പോൾ ഇനിയും തിരിച്ച് റെസ്യൂം 55 കൊടുത്തു. 55 km കയറി പോകും. നേരെ കുറച്ച് ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഇപ്പോൾ ബ്രേക്ക് അപ്ലൈ ആയി, അത് ഫെയിഡ് ആയി. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സ്പീഡിലേക്ക് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ആക്സിലേറ്റർ ചെയ്തിട്ട് ഞാൻ സെറ്റ് ചെയ്യുകയാണ് ഇപ്പോഴത്തെ സ്പീഡിലേക്ക്. 35 ഇപ്പോഴത്തെ സ്പീഡ് സെറ്റ് ആയിട്ടുള്ളത്. അതാണ് സെറ്റ് ബട്ടൺ. സെറ്റ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോഴത്തെ ഒരു സ്പീഡിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ബ്രേക്കോ ക്ലച്ചോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കട്ട് ഓഫ് ആയി പോകുന്നത്. നമ്മളത് ആക്സിലേറ്റർ ചെയ്തു, 3rd ഗിയറിലെത്തി. 3rd ഗിയറിലെത്തി ഞാൻ സെറ്റ് കൊടുത്തു. സെറ്റ് കൊടുക്കുന്ന സമയത്ത് എത്രയാണോ മീറ്ററിൽ സ്പീഡ് 35ലേക്ക് സെറ്റായി. ഈ ബട്ടൺ പ്രസ് ചെയ്ത് എന്തെങ്കിലും നമുക്ക് 35 സ്പീഡിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊണ്ടുപോകാം. അതുപോലെ തന്നെ ബ്രേക്കോ ക്ലച്ചോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. ലാസ്റ്റ് എത്രയാണോ സെറ്റ് ആയിട്ടുള്ളത് അത് 57 ആണ് ഇപ്പോൾ ഉള്ളത്. അതിലേക്ക് തന്നെ റെസ്യൂം ചെയ്യണമെങ്കിൽ റെസ്യൂം ബട്ടൺ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക് 57 ആക്ടിവേറ്റഡ് ആവും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ സ്പീഡ് എത്രയാണോ, അല്ലെങ്കിൽ ആക്സിലേറ്റർ ഉപയോഗിച്ച് നമ്മൾ എത്രയാണോ കയറ്റിയിട്ടുള്ളത് ആ സ്പീഡ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 36 സ്പീഡ് വരുന്നത്. 36 ശരിക്കും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മുന്നിൽ വണ്ടിയോ നമുക്ക് ഓവർടേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ ഒക്കെ വരികയാണെന്ന് വെച്ചാൽ അങ്ങനെ ചവിട്ടി ഓവർടേക്ക് ചെയ്യാം. ആസ് യൂഷ്വൽ നമ്മളിപ്പോൾ ആക്സിലേറ്റർ പ്രസ് ചെയ്യാതെ തന്നെ നമ്മൾ സാധാരണ പ്രസ് ചെയ്ത് ചവിട്ടി അങ്ങ് കയറി പോകാറില്ല വണ്ടി, അങ്ങനെ അങ്ങ് എടുത്തു പോവുകയും ചെയ്യാം. അതിലേക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യുകയും ചെയ്യാം. ആ ഒരു സ്പീഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാനും പറ്റും. നമ്മളിപ്പോ ഒരു സാധാരണ റോഡിലേക്കാണ് ഇപ്പൊ കയറിയിട്ടുള്ളത്. പോക്കറ്റ് റോഡായിട്ട് വരുന്നത് നമ്മൾ സാധാരണ റോഡ്, ഹൈവേ അല്ലാത്ത റോഡ്. ഇപ്പൊ നമുക്ക് കുറച്ച് മുന്നേ കാണിച്ചത് നമ്മൾ ഹൈവേയിലാണ്. ഇപ്പൊ ഇങ്ങനത്തെ റോഡുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രൂയിസ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോഴും 35 km സ്പീഡ്, ഒരു 35ന് മുകളിൽ സ്പീഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രൂയിസിന്റെ ആക്സിലേറ്ററിന് കാലെടുത്ത് ക്രൂയിസിന്റെ സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം.
35 കിലോമീറ്ററിൽ ഇപ്പോൾ ഞാൻ സെറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു 35 കിലോമീറ്ററിൽ ഇങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കും. അതിനകത്ത് നമുക്ക് സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മൈനസ് പ്രസ് ചെയ്തിട്ടോ പ്ലസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, അത് പ്രസ് ചെയ്തുകൊണ്ട് കുറയ്ക്കാം. ഒരു 35 കിലോമീറ്റർ മുതൽ നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ഗിയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രൂസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു നോർമൽ റോഡാണ്, ഞാനിവിടെ 35ലാണ് ഇപ്പോൾ തേർഡ് ഗിയറിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് സ്പീഡ് കൂട്ടുന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ പ്രസ് ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യും, പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യും. ആ ഒരു മീറ്റർ കൺസോളിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും സ്പീഡ് കൂടുന്നതിൻ്റെ. ഓക്കെ, അപ്പോൾ ക്രൂയിസ് കൺട്രോളുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് അടുത്ത വീഡിയോകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ ഇനിയും ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകളുമായി ഇനിയും നമ്മൾ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനും മെസ്സേജുകളും ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.